USS उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। एपिसोड 6 फल और फूल, फ्रूट्स एंड फ्लावर्स। मेरे दोस्तों ആദാബ്. ഇന്നത്തെ USS ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫൂൽ ഓർ ഫൽ, ഫൂൽ ഓർ ഫൽ, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, പൂക്കളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പൂക്കളെക്കുറിച്ചും അതുപോലെ തന്നെ പഴങ്ങളെക്കുറിച്ചും 5-6 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാം നമുക്ക്. തയ്യാർ ഹേ? അച്ഛാ, ആദ്യമായി പൂക്കളെക്കുറിച്ച് പറയാം. പൂക്കളെക്കുറിച്ച് പറയുമ്പം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് അതിൻ്റെ നിറം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹുസൂസിയത്ത്, എന്തെങ്കിലും പ്രാധാന്യം ആ പൂവിനുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുലാബ്. ഗുലാബ് നമുക്കറിയാം, ഗുലാബ് ഫൂലോം കാ രാജാ ഹെ, അത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ഗുലാബിനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ അതിൻ്റെ നിറം നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒത്തിരി നിറങ്ങളിൽ നമുക്ക് ഗുലാബിനെ കാണാൻ കഴിയും അല്ലേ. പക്ഷെ എങ്കിലും സാധാരണ നമ്മൾ പറയാറുള്ളത് ഗുലാബ് കാ റംഗ് ഗുലാബി ഹെ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഏതായിരുന്നാലും ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇങ്ങനെ വരികയാണ്, കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ നാമുനാസിബ് കോൻസാഹി എന്ന് പറഞ്ഞിട്ട് ഒരു 3 പൂക്കളെ പേര് തരും, ഒരു പഴത്തിൻ്റെ പേര് തരും. അപ്പം നമുക്ക് എന്തറിയണം? അതിൽ പൂവിൻ്റെ പേര് നമുക്കറിയണം, പഴത്തിൻ്റെ പേര് നമുക്കറിയണം. അതുപോലെ തന്നെയാണ്, അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എഴുതണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പൂവിലേക്ക് തന്നെ കടക്കാം. ഗുലാബ്, ഗുലാബ് ഗുലാബി റംഗ് ഹെ. അതുപോലെ ഫൂലോം കാ രാജാ ഹെ, ഫൂലോം കാ രാജാ ഹെ. ഇസി തറ ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കണിക്കൊന്ന അല്ലേ. കണിക്കൊന്ന എന്താണ്? കേരള കെ ഖൗമി ഫൂൽ ഹെ, ഉറുദു മേ ഉസ്കോ അമൽതാസ്. ക്യാ ഹെ? അമൽതാസ്. അപ്പോൾ അതിൻ്റെ നിറം എന്താണ്? പീല രംഗ് കാ ഹെ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എന്ത്, ഒരു ചോദ്യം തരികയാണെന്ത്, അമൽതാസ് കാ റംഗ് ഡാഷ് എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ എന്താ വരിക? ആ നിറങ്ങൾ നമുക്കറിയണം. പീല ഏതാണ്, ലാൽ ഏതാണ്, ഹര ഏതാണ് എന്നൊക്കെ നമുക്കറിയണം. അച്ഛാ, പിന്നെ കവൽ, കവൽ താമര അല്ലേ. കവൽ എന്ന് പറഞ്ഞാൽ താമരയാണ്. അത് ഹിന്ദിയിൽ നമ്മൾ കമൽ എന്ന് പറയാറുണ്ട്. അപൂർവമായിട്ട് ഉറുദുവിലും കമൽ എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ സാധാരണ കവൽ എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൂൽ ഹെ കവൽ, ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പൂക്കളുടെ പേര് ഒന്ന് നോക്കാം. ഫൂൽ, ഫൂൽ ഓർ ഗുൽ, ഗുൽ എന്നും പറയാറുണ്ട്. ഗുലാബ് റോസ്, കവൽ താമര, സൂരജ്മുഖി സൂര്യകാന്തി, ചമേലി മുല്ല, ജൂഹി കുറുമൊഴിമുല്ല, ചമ്പേലി കുടമുല്ല, ഗേന്ദ മല്ലിക, കമർണി ആമ്പൽ, ക്യൂട കൈതപ്പൂവ്, ചമ്പ ചെമ്പകം, ഡാലിയ ഓർ ദഹലിയ ഡാലിയ, മോഗ്ര ഡെയ്സിപ്പൂവ്, തുളസി തുളസി, നർഗിസ് ശംഖുപുഷ്പം, ചുയി മുയി തൊട്ടാവാടി, ജവാക്കിസം ചെമ്പരത്തി, ലില്ലി ലില്ലിപ്പൂവ്. ഇത്രയും പൂക്കളാണ് പ്രധാനമായും ഉള്ളത്. എങ്കിലും ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ തന്നെ 2-3 പൂക്കൾ വളരെ അധികം പ്രധാനപ്പെട്ടതാണ്. സാധാരണയായിട്ട് എല്ലാ ടാലൻറ്റിനായാലും USSനായാലും ചോദിക്കാറുള്ളത്
ഗുലാബ് നമ്മൾ പറഞ്ഞു ഫൂലോം കാ രാജാ ഹേ, അത് നമ്മൾ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ നിറവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചോദിക്കാറുള്ളത് സൂരജ്മുഖിയാണ്. സൂരജ്മുഖിയുടെ നിറം പീലാ ഹേ എന്നുള്ളതും ഓർത്തു വെക്കണം. അതുപോലെ അമൽതാസ് നമുക്കറിയാം കേരളത്തിൻ്റെ ദേശീയ പുഷ്പമാണ്, അതും നമ്മൾ ഓർത്തു വെക്കണം. പിന്നെ ചോദിക്കാറുള്ളത് ചമേലി, ചമേലി കാ രംഗ്, ചമേലി നമുക്കറിയാം മുല്ല, ജാസ്മിനാണ്, സഫേദ് നിറമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതും നമ്മൾ ചാർട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് പറയാനുള്ളത്, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പഴങ്ങളെ കുറിച്ചിട്ടാണ്. പഴങ്ങൾ നമുക്കറിയാം ഒത്തിരി പഴങ്ങളുണ്ട്. പൂക്കളെ പോലെ തന്നെ പഴങ്ങളും പല നിറങ്ങളിലുണ്ട്, പല ഹുസൂസിയത്തുള്ള പഴങ്ങളുണ്ട്. അതിലേക്കൊന്ന് കടക്കാം. പ്രധാനമായിട്ടും ആം ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൽ ഹെ, ഇന്ത്യയുടെ ദേശീയ പഴമാണ്. അതുപോലെ തന്നെ കട്ട്ഹൽ നമുക്കറിയാം കേരള കാ കൗമി ഫൽ ഹെ. ഇത്തരത്തിൽ ഒത്തിരി പഴങ്ങൾ വേറെയുണ്ട്. അനാറ്, അനന്നാസ്, അങ്കൂർ, അമരൂദ്, പപ്പീത്ത ഓർ തർബൂസ്, അങ്ങനെ ഒരുപാട് പഴങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി 5ലും 6ലൊക്കെ പഠിച്ചതാണ്. ഏതായാലും ഇതൊന്ന് ചാർട്ട് ചെയ്യാം നമുക്ക്. ഫൽ ഫ്രൂട്ട്സ്, ആം മാങ്ങ, കട്ട്ഹൽ ചക്ക, സേബ് ആപ്പിൾ, അനാർ ഉറുമാമ്പഴം, അങ്കൂർ മുന്തിരി, അനന്നാസ് കൈതച്ചക്ക, അമരൂദ് പേരക്ക, തർബൂസ് തണ്ണിമത്തൻ, തോത് മൾബറി, പപ്പീത്ത പപ്പായ, ചിക്കു സപ്പോട്ട, ജാമൻ ഞാവൽപ്പഴം, ഖജൂർ ഈത്തപ്പഴം, കേല വാഴപ്പഴം, മോസ് ചെറുപഴം, സന്തര ഓറഞ്ച്, സീതാപ്പൽ യാ ഷരീഫ സീതപ്പഴം, സഫർജൽ സബർജൽ, ഷാദാന ചെറി. വച്ചോ, അപ്പോൾ ഇന്ന് നമ്മൾ പൂക്കളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യശേഖരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും ഒന്നുകൂടി ശ്രദ്ധിക്കണം. ദുനിയാ കാ സബ്സെ ബഡാ ഫൽ, ലോകത്തിലെ ഏറ്റവും വലിയ പഴം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം നമുക്കറിയാം, കട്ട്ഹൽ ചക്കയാണ് അല്ലേ. അതുപോലെ തന്നെ ദുനിയാക്കെ സബ്സെ ബഡാ ഫൂൽ, ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് റഫ്ലേഷ്യയാണ്. നമ്മളത് മുന്നേ പറഞ്ഞിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, റഫ്ലേഷ്യ. ഓക്കെ, ഇനി നമുക്ക് ചോദ്യശേഖരത്തിലേക്ക് കടക്കാം. 2016 USS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, അതുപോലെ നിരവധി അല്ലാമ ഇക്ബാൽ ടാലൻ്റ് ടെസ്റ്റിനും ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഫൂലോं का രാജാ ഹെ, മോഗ്ര, ഗുലാബ്, സൂരജ്മുഖി, ചമ്പ. ഫൂലോं का രാജ, പൂക്കളുടെ രാജാവ്. ക്ലാസ്സിൽ ടീച്ചർ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഫൂലോं का രാജ എന്നത് പൂക്കളുടെ രാജാവ് ഗുലാബ് പനിനീർ പുഷ്പമാണ്. റോസാ പുഷ്പമാണ് ഫൂലോं का രാജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം 2018 USS പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കേരള മേരെ നാം സെ മഷഹൂർ ഹെ, ലോഗ് മേരാ പാനി പീത്തെ ഹൈ, മുझसे സാലൻ പകാത്തെ ഹൈ, ബതായിയെ മേ കോൻ ഹോ. കേരളം എൻ്റെ പേരുകൊണ്ടാണ് പ്രശസ്തമായിട്ടുള്ളത്. ആളുകൾ എൻ്റെ വെള്ളം കുടിക്കുന്നു. എന്നെക്കൊണ്ട് കറി പാചകം ചെയ്യുന്നു. പറയൂ, ഞാൻ ആരാണ്? ഓപ്ഷൻ എ അനാർ, ഓപ്ഷൻ ബി അങ്കൂർ, ഓപ്ഷൻ സി നാരിയൽ, ഓപ്ഷൻ ഡി
നാരങ്ങി. നമുക്കറിയാം, കേരളം അറിയപ്പെടുന്നത് കേരം തിങ്ങുന്ന നാട് എന്ന പേരിലാണല്ലോ. കേരളം എന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ഫലാണ് നാരിയൽ, തേങ്ങയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം. 2019 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം. ഗ്രൂഹ് മേ कौन सा लफ्ज़ मुनासिब नहीं है? ഗ്രൂഹ് മേ कौन सा लफ्ज़ मुनासिब नहीं है? ऑप्शन ए अमरूद, ऑप्शन बी अनार, ऑप्शन सी अंगूर और ऑप्ഷൻ ഡി ഗുലാബ്. ഈ 4 പദങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടതാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഫൽ ആണ്, പഴമാണ്. എന്നാൽ ഓപ്ഷൻ ഡി ഗുലാബ് എന്നത് ഏക്ക് ഫൂൽ കാ നാം ഹെ, ഒരു പൂവിൻ്റെ പേരാണ്. നേരത്തെ പരിചയപ്പെട്ടതുപോലെ ഫൂലോं का രാജാ ഗുലാബ് ഹെ. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ളത് ഓപ്ഷൻ ഡി ഗുലാബ് എന്നതാണ് ശരിയായ ഉത്തരം. 2015 USS പരീക്ഷയ്ക്കുള്ള ചോദ്യം. ഗ്രൂഹ് മേ ഏക്ക് നാമുനാസിബ് ലഫ്സ് ഹെ. നാം നേരത്തെ സൂചിപ്പിച്ച അതേ ചോദ്യം. ഗ്രൂപ്പിൽ യോജിക്കാത്ത പദം ഏത്? ഓപ്ഷൻ എ അമ്രൂദ്, ഓപ്ഷൻ ബി അങ്കൂർ, ഓപ്ഷൻ സി ആലു, ഓപ്ഷൻ ഡി അനന്നാസ്. ഇവയിൽ 3 പദങ്ങൾ നാം പരിചയപ്പെട്ടതാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഫൽ കാ നാം ഹെ, പഴങ്ങളുടെ പേരുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴങ്ങളുടെ പേര്, എല്ലാ പഴങ്ങളുടെ പേരും കൃത്യമായി അറിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓപ്ഷൻ സി ഉത്തരമായി എഴുതാൻ സാധിക്കും. ഓപ്ഷൻ സി ആലു എന്നാൽ ഉരുളക്കിഴങ്ങ്, ഏക്ക് തർക്കാരി കാ നാം ഹെ, അതൊരു പച്ചക്കറിയുടെ പേരാണ്. 2018 അല്ലാമ ഇക്ബാൽ ടാലൻ്റ് ടെസ്റ്റ് ജില്ലാതല മത്സരത്തിൽ 5ാം ക്ലാസ്സിന് വന്ന ചോദ്യം. ഇൻമേ സെ തർക്കാരി ചുൻകാർ ലിഖിയെ. ഇവയിൽ നിന്നും പച്ചക്കറി തിരഞ്ഞെടുത്ത് എഴുതൂ. ഓപ്ഷൻ എ അനാർ, ഓപ്ഷൻ ബി ടമാട്ടർ, ഓപ്ഷൻ സി അങ്കൂർ, ഓപ്ഷൻ ഡി സേബ്. ഞാൻ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായി എല്ലാ പഴങ്ങളുടെയും പേര് നിങ്ങൾ പഠിച്ചുവെങ്കിൽ തീർച്ചയായും ഇവിടെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അനാർ ഉറുമാമ്പഴമാണ്, അങ്കൂർ മുന്തിരിയാണ്, സേബ് ആപ്പിളാണ്. ഇവ 3 പഴങ്ങളാണെങ്കിൽ തീർച്ചയായും ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി ടമാട്ടർ എന്നാൽ ഏക്ക് തർക്കാരി ഹെ, തക്കാളിയാണ് ടമാട്ടർ. ഉത്തരം ഓപ്ഷൻ ബി. ഒരുപാട് ടാലൻ്റ് ടെസ്റ്റിൽ ചോദിച്ച ചോദ്യമാണിത്. ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൂൽ ഹെ. ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൂൽ ഹെ. ഇന്ന് ക്ലാസ്സിൽ നാം ചർച്ച ചെയ്ത വിഷയമാണിത്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം. യഹാം ഓപ്ഷൻ സൂരജ്മുഖി, ഗുലാബ്, കവൽ, മോഗ്ര. സൂരജ്മുഖി, ഗുലാബ്, കവൽ, മോഗ്ര. ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറയുന്നത് ഓപ്ഷൻ സി കവൽ, താമരയാകുന്നു. താമരക്ക് ഉറുദുമേ കവൽ കഹ്തേ ഹെ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അല്ലാമ ഇക്ബാൽ ടാലൻ്റ് ടെസ്റ്റ് 2019 ജില്ലാതലത്തിൽ 5ാം ക്ലാസ്സുകാർക്ക് വന്ന ചോദ്യമാണിത്. ഗ്രൂഹ് സേ നാമുനാസിബ് ചുൻകർ ലിഖിയെ. നാമുനാസിബ് എന്നാൽ കൂട്ടത്തിൽപ്പെടാത്തത്, യോജിക്കാത്തത് എന്നൊക്കെയാണ് അർത്ഥം. ഓപ്ഷൻ ചമ്പ, ഗേന്ദ, ചമേലി, മിർച്ച്.
ഫ്ലവേഴ്സുകളുടെ പേര് ശരിയായി അറിയാവുന്ന ഒരാൾക്ക് കൂട്ടത്തിൽ പെടാത്തത് ആരാണെന്ന് പെട്ടെന്ന് കണ്ടെത്താനാകും. ചമ്പ, ഗേന്ദ, ചമേലി എന്നിവയെല്ലാം ഫൂൽ കെ നാം ഹെ, പൂക്കളുടെ പേരാണ്. തോ ഓപ്ഷൻ ഡി മിർച്ച് അഥവാ മുളകാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ളത്. 2019 ഇഖ്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് 5ാം ക്ലാസ്സിന് സബ് ജില്ലാ തലത്തിൽ വന്ന ചോദ്യം. കേല ഏക്ക് ഡാഷ് ഹെ. കേല ഏക്ക് ഡാഷ് ഹെ. ഫൂൽ, ഫൽ, പരിന്ദ, ജാൻവർ. കേല എന്നാൽ വാഴപ്പഴം എന്നതാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ തന്നെ അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വാഴപ്പഴം ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഫൽ, പഴങ്ങൾ എന്നതാണ് ശരിയായ ഉത്തരം. നിരവധി ടാലൻറ്റ് ടെസ്റ്റിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണിത്. കേരള കാ റിയാസത്തി ഫൽ കോൻസാ ഹെ. കേരളത്തിൻ്റെ സംസ്ഥാന പഴം അല്ലെങ്കിൽ ഔദ്യോഗിക പഴം ഏതാകുന്നു? ഓപ്ഷൻ എ നാരിയൽ, ഓപ്ഷൻ ബി ആം, ഓപ്ഷൻ സി അമ്രൂദ്, ഓപ്ഷൻ ഡി കട്ഹൽ. ഇവിടെ കേരളം അറിയപ്പെടുന്നത് എൻ്റെ പേരുകൊണ്ട് എന്ന് പറയുമ്പോൾ ഉത്തരം നാരിയലാണ്. കേരളത്തിൻ്റെ റിയാസത്തി ഫൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കട്ഹൽ, ചക്കയാകുന്നു. 2018 അല്ലാമ ഇഖ്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് ജില്ലാതലത്തിൽ 6ാം ക്ലാസ്സുകാർക്ക് വന്ന ചോദ്യം. അതുപോലെ മറ്റ് പല ടാലൻറ്റ് ടെസ്റ്റിനും ആവർത്തിച്ച ചോദ്യം കൂടിയാണ്. ഹിന്ദുസ്ഥാൻ കാ ഖൗമി ഫൽ ക്യാ ഹെ. ചോദ്യം: ഹിന്ദുസ്ഥാൻ കാ ഖൗമി ഫൽ ക്യാ ഹെ? ഓപ്ഷൻ എ കട്ഹൽ, ഓപ്ഷൻ ബി ആം, ഓപ്ഷൻ സി കേല, ഓപ്ഷൻ ഡി അനന്നാസ്. ഇന്ത്യയുടെ ദേശീയ പഴം. ഇന്ത്യയുടെ ദേശീയ പഴം എന്ന് പറയുന്നത് കട്ഹൽ ചക്ക അല്ല, കേല വാഴപ്പഴം അല്ല, അനന്നാസ് പൈനാപ്പിൾ അല്ല, എങ്കിൽ ഓപ്ഷൻ ബി ആം മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ പഴം. 2-3 ടാലൻറ്റ് ടെസ്റ്റിൽ ആവർത്തിച്ച ചോദ്യമാണ്. ടീച്ചർ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നു പറഞ്ഞ സൂചിപ്പിച്ച ചോദ്യം. സൂരജ്മുഖി കാ റംഗ് ക്യാ ഹെ? സൂരജ്മുഖി കാ റംഗ് ക്യാ ഹെ? ഓപ്ഷൻ എ നീല, ഓപ്ഷൻ ബി ഊദ, ഓപ്ഷൻ സി ഹര, ഓപ്ഷൻ ഡി പീല. സൂരജ്മുഖിയുടെ സൂര്യകാന്തിയുടെ നിറം ഓപ്ഷൻ ഡി പീലയാണ്, മഞ്ഞയാണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം, കോൺസാ ലഫ്സ് സഹി ഹെ? കോൺസാ ലഫ്സ് സഹി ഹെ? ഓപ്ഷൻ എ കട്ഹൽ, ഓപ്ഷൻ ബി കട്ഹൽ, ഓപ്ഷൻ സി കഡഹൽ, ഓപ്ഷൻ ഡി കഡഹൽ. ഇവയിൽ ഏതാണ് ശരിയായ രൂപത്തിൽ എഴുതിയിട്ടുള്ളത്? ചക്കയുടെ ഉറുദുവിലുള്ള പേരാണ് കട്ഹൽ എന്നത്. കട്ഹൽ എന്നത് ശരിയായി എഴുതിയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ. മറ്റൊരു ചോദ്യം, നാ മുനാസിബ് ചുൻകർ ലിഖിയെ. നാ മുനാസിബ് എന്നാൽ നാം നേരത്തെ ചർച്ച ചെയ്തതാണ്. മുനാസിബല്ലാത്തത്, യോജിക്കാത്തത്, കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ ജാസ്മിൻ, ഓപ്ഷൻ ബി സൂരജ്മുഖി, ഓപ്ഷൻ സി മോഗ്ര, ഓപ്ഷൻ ഡി ഹവേലി. ക്ലാസ് വിശദമായി കേട്ടിട്ടുണ്ടെങ്കിൽ ഇവയിൽ 3 ഫൽ ആണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി എന്നിവയെല്ലാം
പൂക്കളുടെ പേരാണ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ഹവേലിയാണ്. മറ്റൊരു ചോദ്യം, ഇൻമേ സെ ഏക്ക് ഫൂൽ നഹി ഹെ. നാം നേരത്തെ കൂട്ടത്തിൽ പെടാത്തത് പറഞ്ഞപ്പോൾ 3 പൂക്കളായിരുന്നു. പൂവല്ലാത്ത ഒന്ന് തിരഞ്ഞെടുത്തെഴുതാൻ നാമുനാസിബ് എന്ന പേരിൽ നൽകി. അതേ ചോദ്യം തന്നെ മറ്റൊരു രൂപത്തിൽ, ഇൻമേ സെ ഏക്ക് ഫൂൽ നഹി ഹെ. 4 ഉണ്ട്, അതിൽ 3 പൂക്കളാണ്. പൂവല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗുലാബ്, ഓപ്ഷൻ ബി ജാസ്മിൻ, ഓപ്ഷൻ സി ചമ്പ, ഓപ്ഷൻ ഡി കദ്ദു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കദ്ദു ആണ് ശരിയായ ഉത്തരം. കദ്ദു ഏക്ക് തർക്കാരി കാ നാം ഹെ. മറ്റൊരു ചോദ്യം, മേ ഏക്ക് ഫൽ ഹോ. മേരാ റംഗ് പീല ഹെ. ചോദ്യം, മേ ഏക്ക് ഫൽ ഹോ, ഞാനൊരു പഴമാണ്. മേരാ റംഗ് പീല ഹെ, എൻ്റെ നിറം പീലയാണ്, മഞ്ഞയാണ്. ഓപ്ഷൻ എ അനാർ, ഓപ്ഷൻ ബി അങ്കൂർ, ഓപ്ഷൻ സി തർബൂസ്, ഓപ്ഷൻ ഡി കേല. അനാർ ഉറുമാമ്പഴം, അങ്കൂർ മുന്തിരി, തർബൂസ് തണ്ണിമത്തൻ, കേല വാഴപ്പഴം. ഇവയിൽ മഞ്ഞ നിറമുള്ളത് ഓപ്ഷൻ ഡി കേല എന്നതാണ് ശരിയായ ഉത്തരം. മറ്റൊരു വിഷയവും കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.